1 അന്ത്യനാളുകൾ. എൻ്റെ പ്രിയ മക്കളെ, പ്രതിയോഗിയുമായുള്ള നിങ്ങളുടെ ഏറ്റുമുട്ടൽ അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കാണുക. വലിയ നിശ്ചയദാർഢ്യത്തോടെ അവൻ എൻ്റെ അനേകം കുഞ്ഞുങ്ങളെ അന്ധരാക്കിയിരിക്കുന്നു. അതുകൊണ്ട് സകലരെയും, വിശിഷ്യ നിഷ്കളങ്കരായ എൻ്റെ മക്കളെ രക്ഷിക്കുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. എൻ്റെ മക്കളെ, നിങ്ങളുടെ വിശ്വാസം നഷ്ടമാകാതിരിക്കാനായി പ്രാർത്ഥിക്കുക, കരുതലോടെ ഇരിക്കുക, ജാഗ്രതയായിരിക്കുക. എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. എല്ലാം കടന്നു പോകുന്നതിന് സമയമാകുമ്പോൾ അവസാന നിമിഷത്തിൽ അനേകർ തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വേണ്ടവിധം ഒരുങ്ങാത്ത അനേകർക്ക് തങ്ങൾ പ്രതീക്ഷിക്കാത്ത നിമിഷത്തിലായിരിക്കും അതിനെ നേരിടേണ്ടി വരിക. എൻ്റെ പ്രിയ മക്കളെ, നിങ്ങളിൽ എത്ര പേർ എൻ്റെ ശത്രുവിനെതിരെ പോരാടി അവനെ കീഴടക്കി തിരിച്ചോടിക്കുകയും എൻ്റെ മക്കളെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. ഈ അവസാന കാലത്ത് ചുവന്ന സർപ്പത്തിൻ്റെയും എതിർ ക്രിസ്തുവിൻ്റെയും മണിക്കൂർ ഇതാ ആസന്നമായിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ജഡത്തിൻ്റെ സുഖങ്ങൾക്കായി നിങ്ങളുടെ വിശ്വാസം കൈമാറ്റം ചെയ്യാതിരിക്കുക. അന്ത്യവിധി. ഓർക്കുക, എന്നിലൂടെയും ഞാൻ കൈവരിച്ചതിലൂടെയും ലോകത്തെ നീതിയിൽ വിധിക്കാനായി ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അന്ത്യവിധിയിൽ നിങ്ങൾ എല്ലാറ്റിനും കണക്ക് കൊടുക്കേണ്ടി വരും. ആദ്യം മുതൽ തന്നെ പറയപ്പെട്ടിട്ടുണ്ടല്ലോ, ഓരോ മനുഷ്യനും അവൻ്റെ മരണത്തിനു ശേഷം ഒരു വിധിയുണ്ട്. അതുകൊണ്ട് ആർക്കും ഒരു ഒഴികഴിവില്ല. തിന്മ ചെയ്യുന്ന ഏതൊരുവനും ദുരിതവും പീഡകളും ഉണ്ടാകും. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനായി ദൈവം ഉപവിഷ്ടനാകുന്നതിനെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്നെയും ദൈവത്തെയും കാണാനിരിക്കുന്നു. നിങ്ങൾക്ക് എന്നെയും എൻ്റെ പിതാവിനെയും ഒഴിവാക്കാനാവില്ല. ഒരാൾക്ക് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഇപ്പോൾ നിങ്ങൾ എന്നെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ന്യായാധിപനായി എന്നെ നേരിടേണ്ടി വരും. മഹത്തായ ശുഭ്ര സിംഹാസനത്തിൽ വിധി നടത്താനായി ഇരിക്കുന്നവൻ ഞാൻ തന്നെയാണ്.